ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ഓണം ആഘോഷിക്കാമെന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ആയതുകൊണ്ട് ആരും ആഘോഷിക്കാണ്ട് നിൽക്കരുത്, ആരും മാറി നിൽക്കരുത്. എല്ലാവർക്കും ആഘോഷിക്കാനുള്ള അർഹതയുണ്ട്. അതിനാദ്യം നമ്മൾ രാവിലെ എണീക്കണം. പക്ഷേ ഇപ്പം തന്നെ ഒരു 10-10:30 ഇതിലും നേരത്തെ എണീക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയാക്കാം. ഇനി രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് റെഡി ആയിട്ട് വരിക. നല്ല ട്രഡീഷണൽ ഡ്രസ്സെല്ലാം എടുത്ത് റെഡി ആയിട്ട് വരിക. അപ്പോൾ കാണാം. ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഫുൾ ലക്ഷറിയാണ്. രാവിലെ തന്നെ ബിരിയാണി കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പാൻറ് വിറ്റും ഓണം ഉണ്ണണം എന്നാണല്ലോ, അതുകൊണ്ട് ഈ ബാഗ് നിറച്ച് പാൻറ്റാണ്. ഇതൊക്കെ വിറ്റിട്ടാണ് ഞാൻ ഇന്നത്തെ ഓണം ഉണ്ണാൻ പോകുന്നത്. അണ്ടിപ്പരിപ്പും മുന്തിരിയും കിട്ടാത്തതുകൊണ്ട് നമ്മൾ ക്രാൻബെറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. പായസം വെക്കലാണ് ഇന്നത്തെ മെയിൻ ഉദ്ദേശം. പായസം മിക്സ് വാങ്ങാൻ പോയിട്ട് 2 പേരുടെ സദ്യ തന്നെ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നത്. എനിക്കറിയില്ല, ആവേശം കുറച്ച് കൂടിപ്പോയി. നഷ്ടമാണോന്നറിയില്ല. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആവേശം കൂടിയിട്ടാണോന്ന് അറിയില്ല, എന്തിനാണെന്നും അറിയില്ല. 2 പേർക്കുള്ള സദ്യ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് പൊട്ടിച്ചോക്കാം. എന്തായാലും പായസം മിക്സ് വാങ്ങാനാണ് ആക്ച്വലി പോയത്. സദ്യ മിക്സ് തന്നെ അങ്ങ് വാങ്ങി. നാട്ടിൽ അമ്മച്ചീനെ മിസ് ചെയ്യാണ്ടിരിക്കാൻ. അമ്മയുടെ കൈപ്പുണ്യം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. രണ്ട് ഇലയുണ്ട്, പപ്പടമുണ്ട്, സാമ്പാർ, അവിയൽ, മാംഗോ പിക്കിൾ, പുളിയിഞ്ചി, ലെമൺ പിക്കിൾ, സ്വീറ്റ് കറി വിത്ത് പൈനാപ്പിൾ. ഇതെന്താ? അടപ്രഥമൻ. ഓ വാവ്, അടപ്രഥമനൊക്കെ ഉണ്ട്. ഓലൻ, സ്വീറ്റ് കറി വിത്ത് പൈനാപ്പിൾ അഗെയിൻ, കാളൻ, ബീട്രൂട്ട് പച്ചടി കുറച്ച് മറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതെന്താ? അച്ചിങ്ങ ആൻഡ് കായ മെഴുക്ക് വരട്ടി. ഇത് തമിഴ് സ്റ്റൈലാന്ന് തോന്നുന്നു. കൂട്ടുകറി എൻ്റെ ഫേവറേറ്റ് ആണ്. പരിപ്പ് കറി, എലിശ്ശേരി, ചിപ്സ്, വീണ്ടും എന്താ പറയുക, മധുരമുള്ള സാധനം. ഇതെന്താ? ഹലുവേ. ഓ നൈസ്, ഹൽവ. ഇതൊക്കെ ഹലുവൊക്കെ ഏത് സദ്യയിലാണ്? എന്തായാലും കുഴപ്പമില്ല, വെറുതെ കാശ് കൊടുത്തിട്ട്. എന്നാലും എനിക്ക് ഇഷ്ടമായി. 3 ഐറ്റംസ് ഉണ്ട്. ഐ എക്സൈറ്റഡ്. ഇത്രയും ഐറ്റംസ് ആണ് ഇതിനകത്തുള്ളത്. സാമ്പാർ, അവിയൽ, ഓളൻ, പുളിയിഞ്ചി, കാളൻ, പരിപ്പ് കറി, മെഴുക്ക് വരട്ടി, എല്ലാ ഐറ്റംസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളുണ്ട്. എന്തായാലും എനിക്കിഷ്ടമായി. പക്ഷേ ടേസ്റ്റ് എനിക്കറിയില്ല, കഴിച്ചിട്ടും അറിയാം. ഇത് മലബാറാണോ തെയ്യൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓമല്ല, കേരളം മൊത്തത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാ. വിഷു ഒക്കെ കൊടുത്തിട്ടുണ്ട്, എനിക്കറിയില്ല. എന്നാലും സംഭവം കൊള്ളാം. ഇത്രയും ഐറ്റംസ് ഉണ്ട്. കഴിച്ച് 1 പേഴ്സൺ ഇത് ഓക്കെയാണ്. പക്ഷെ 2 ആൾക്കുള്ള സദ്യയാണ് നമ്മൾ വാങ്ങിയത് 20 യൂറോക്ക്. അതിന് ഇത്രയും കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് പയറുപ്പേരി കൂടി ആക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്രയും നേരം ഫോണിലായിരുന്നു. എല്ലാവരും നാട്ടിൽ ഓണാഘോഷിക്കുകയാണ്. ഫാമിലി വിളിച്ചു, കുടുംബക്കാർ വിളിച്ചു, ഫ്രണ്ട്സൊക്കെ വിളിക്കുന്നു. എന്താ അറിയില്ല, നല്ലോ തലവേദന എടുക്കാൻ തുടങ്ങി. സോ കടുപ്പത്തിലൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നമുക്കിപ്പോൾ ഓണസദ്യ കഴിക്കാം. ചിപ്സ്, ശർക്കര വരട്ടി. സോളോ ഓണം ആഘോഷിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ മുകളിൽ നിന്നും സിദ്രയും കൂടി വിളിച്ചു. കുറച്ച് പുളിയിഞ്ചി, ബീട്രൂട്ട് പച്ചടി, കറി,
പരിപ്പ് ഒരു കൂട്ടം പായസം കൂടിയുണ്ട്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നടക്കാൻ പോയിട്ട് ഗുലാബ് ജാമുൻ വാങ്ങി. ഇനി ഇത് കഴിക്കുന്നതായിരിക്കും അടുത്തായി. അങ്ങനെ KFC ഒരു കാപ്പിയും കുടിച്ചിട്ട് നമ്മുടെ ഓണപരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ബായ്.